രാത്രിയിൽ നിങ്ങൾ ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ട് കിടന്നുറങ്ങാറുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ചോദിക്കും, പിന്നെ ഇത്രയും ചൂടത്ത്, പ്രത്യേകിച്ച് വേനൽക്കാലം വരികയാണ്, ചൂടിൽ ഫാൻ ഇട്ടല്ലേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. എന്നാൽ അമിതമായിട്ട് ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. രാത്രിയിൽ നിങ്ങൾ നല്ല സ്പീഡിൽ ഫാൻ ഇട്ട് കിടന്നുറങ്ങുമ്പോൾ 2-3 അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, വളരെ സ്പീഡിൽ കാറ്റ് നിങ്ങളുടെ മുഖത്തേക്ക് അടിക്കുന്നത് നിങ്ങളുടെ മൂക്കിന്റെ ഉൾവശത്തെ മ്യൂക്കസ് മെമ്പറൈൻ എല്ലാം കൂടുതൽ ഡ്രൈ ആകുന്നതിനും നിങ്ങളുടെ ശരീരം, പ്രത്യേകിച്ച് സൈനസുകൾക്കകത്ത് ഈ ഭാഗത്തും കൂടുതൽ കഫം ഉൽപ്പാദിപ്പിക്കുന്നതിനും കാരണമാകും. ഇത് നിങ്ങൾക്ക് കൂടുതൽ മൂക്കടവ് വരുന്നതിനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കടഞ്ഞിരിക്കും, മൊത്തത്തിൽ ഒരു ഇറിറ്റേഷൻ, ഒരു ഡൾനെസ് ഫീൽ ചെയ്യുന്നതിനും കാരണമാകും. ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല. വളരെ കൂടിയ സ്പീഡിൽ ഫാൻ ഇടുന്ന സമയത്ത് മുറിയുടെ സൈഡിൽ വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ, പഴയ ഡ്രസ്സുകൾ, ഇതിനകത്തെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി അടിച്ചു കറങ്ങി നിങ്ങളുടെ മൂക്കിലേക്ക് ആയിരിക്കും കയറുക. ഇത് നിങ്ങൾക്ക് അലർജിക് റിയാക്ഷൻ കൂട്ടുന്നതിനും കൂർക്കം വലി, മൂക്കടപ്പ്, അലർജി പോലുള്ള കണ്ടീഷൻ കൂടുന്നതിനും കാരണമാകും. ഇത് മാത്രമല്ല പ്രശ്നം. നിങ്ങൾ നല്ല സ്പീഡിൽ ഫാൻ ഇട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ മുകളിൽ നിന്നും, പ്രത്യേകിച്ച് സീലിംഗിലുള്ള ചൂട് നിങ്ങളുടെ ശരീരത്തിലേക്ക് കൂടുതൽ അടിക്കുന്നതിനും നിങ്ങളുടെ കിടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, കഴുത്തിന്റെ പുറകുവശമെല്ലാം തന്നെ കൂടുതൽ വേർക്കുന്നതിനും മസിൽ സ്റ്റിഫ്നെസ്, മസിൽ പെയിനിന് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഫാൻ ഉപയോഗിക്കുന്നെങ്കിൽ ഇടത്തരം സ്പീഡിലോ ചെറിയ സ്പീഡിലോ ഫാൻ ഉപയോഗിച്ച് കിടക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ മുഖത്തേക്ക് നേരിട്ട് കാറ്റടിക്കുന്ന ഒരു സാഹചര്യം പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫാൻ ഉപയോഗിച്ച് കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്തോളൂ.